നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നാഗർകോവിൽ റോഡാണ്. ബൈപ്പാസ് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ തൃപ്പരപ്പിലാണ് നിൽക്കുന്നത്. തൃപ്പരപ്പിൻ്റെ കാഴ്ചകളുമായി മുന്നോട്ട് പോവാം. ബോട്ട് ക്ലബിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന തൃപ്പരപ്പ് അമ്പലമാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് എന്ന് പറയുന്ന അപ്പുറത്താണ്. നമ്മളിപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലാണുള്ളത്. ശിവക്ഷേത്രമാണ്, തൃപ്പരപ്പിലുള്ള ശിവക്ഷേത്രമാണ്. നിറയെ വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് വേനും കാറുകളൊക്കെ ഈ പാർക്കിങ്ങിലുണ്ട്. പിന്നെ ചെറിയൊരു മഴയുണ്ട്. ചെറിയ നിറയെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് തൃപ്പരപ്പിൻ്റെ എൻട്രൻസിലോട്ട് പോവാം. കപ്പലണ്ടി പുഴുങ്ങി വെച്ചിരിക്കുക. കപ്പലണ്ടി അവിടെ കോളിഫ്ലവർ എവിടെ റേറ്റ്? 30 രൂപ. ഈ ഒരു പ്ലേറ്റ് 30 രൂപ അല്ലേ? ഓക്കെ, ആ ഒരു പ്ലേറ്റ് 30 രൂപയുള്ളതാണ് ചേച്ചി പറയുന്നത്. ഇതാ എൻട്രൻസ്. നിറയെ അയ്യപ്പ ഭക്തന്മാരുണ്ട്. ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ. കുലിക്ക് സർബത്ത്. എൻട്രൻസിൻ്റെ ഇരു സൈഡുകളുമായിട്ട് ചെറിയ ഷോപ്പുകളാണ്. നമുക്ക് എല്ലാ കൊച്ചുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളും മറ്റുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. വള, മാല, പൊട്ട്. ഒത്തിരി തിരക്കുണ്ട്. നല്ല തിരക്കുള്ള ദിവസം. കുറേ അയ്യപ്പ ഭക്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോളേജ് ടൂൾസൊക്കെയാണെന്ന് തോന്നുന്നു. ഇതാണ് നമുക്ക് എൻട്രൻസ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നാളത്തോട്ട് കയറാൻ. അപ്പോൾ എൻട്രൻസിൽ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 10 രൂപയുള്ളൂ. ക്യാമറ നമ്മൾ കൊണ്ടുവരണം 150 രൂപ ഫീസ് അയക്കണം. അപ്പോൾ ക്യാമറ ഫീസും 2 പേർ കൂടെ ചേർത്ത് 170. അകത്തോട്ടും ചെറിയ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗൊക്കെ വിൽക്കുന്ന, നല്ല ബാഗൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. എൻട്രൻസിൻ്റെ ഇരു സൈഡുകളായിട്ട് നല്ല ചെറിയ ഷോപ്പുകളാണ്. നല്ല ഷോപ്പുകളൊക്കെ കാണാം. ലേഡീസിൻ്റെ ഐറ്റംസ്, വാച്ച്, ബാഗ്, ലെതർ ബാഗുകൾ, കൊച്ചുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങൾ. ഈ കാണുന്ന കൊച്ചുങ്ങൾക്കുള്ള ഐറ്റംസ്, കൊച്ചുങ്ങളെ ലേഡീസിൻ്റെ ഇത്. 2 സൈഡിലോട്ട് ബാഗും കാര്യങ്ങൾ. നല്ല ഐറ്റംസ്. ഇവിടെ കുറച്ച് ഈ കമ്മൽ ഐറ്റംസൊക്കെ കാണാം. കമ്മൽ ഇത് ഒക്കെ എவ்வளோ റേറ്റ്? 40, 50, 60. കൂളിംഗ് ഗ്ലാസ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്ലാസ്സിനെ തിരഞ്ഞെടുക്കാം. ഇവിടെയൊക്കെ ആദ്യം തന്നെയാണ് കമ്മൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നല്ല തിരക്കുള്ള ദിവസവും. ഫാൾസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. തൃപ്പരപ്പ് ഫാൾസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. തൃപ്പരപ്പ് ഫാൾസാണ് കാണുന്നത്. 50 അടി 50 അടിക്ക് മുകളിൽ നിന്ന് താഴോട്ടായി വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് താഴോട്ടിറങ്ങാം. അതൊക്കെ സ്റ്റെപ്പുണ്ട്. ഇറങ്ങി വരുന്ന സ്റ്റെപ്പാണിത്. എൻട്രൻസ് നമ്മൾ തൃപ്പരപ്പിലോട്ട് ഇറങ്ങിയ സ്റ്റെപ്പാണ്. തൊട്ട് അപ്പുറമൊക്കെ ചെറിയ ഗാർഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുഴപ്പം നല്ല കാഴ്ചയിലാണ്. ഇവിടെ നല്ല ഒരു ആനയുടെ ഒരു ശില്പവും നമുക്ക് കാണാം. കുട്ടികൾക്ക് നല്ലൊരു ടൈമാണ്. ആനയുടെ അടിപൊളി ശില്പം നമുക്ക് കാണാം. ഇപ്പോൾ ഫാൾസിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്. കുളിക്കാനൊക്കെ നല്ല സേഫ്റ്റിയുള്ള സ്ഥലമാണ്. കമ്പിയും കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാക്കി. ആ കമ്പിയിൽ തന്നെ പിടിച്ച് നമുക്ക് കുളിക്കാം. ഒരുപാട് നിറയെ അയ്യപ്പ ഭക്തന്മാർ ഇന്നിപ്പോൾ ഉണ്ട്.
നല്ല തിരക്കും ഉണ്ട്, മുകളിലൊക്കെ നല്ല തിരക്കാണ്. ഇതാ ഫാൾസ്. ഈ കാണുന്ന ജെൻസിൻ്റെ ടോയ്ലറ്റാണ്. നമുക്കിവിടെ വസ്ത്രം മാറാനും മറ്റുള്ള കാര്യങ്ങളും ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് നമുക്ക് വസ്ത്രം മാറുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജെൻസിനും ഇവിടെ ലേഡീസും സെപ്പറേറ്റ് തന്നെയാണ് നമുക്ക് കുളിക്കാനുള്ള പാർട്ടിലുള്ള സജ്ജീകരണം എല്ലാവരും ചെയ്തിരിക്കുന്നത്. വളരെ സേഫ്റ്റിയായിട്ട് നമുക്കിന്ന് കുളിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കമ്പിയും കാര്യങ്ങളും മറയെല്ലാം കെട്ടിട്ടുണ്ട്. കാണാമല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ, ആ കാണുന്നേ കണ്ട ആ കമ്പിക്കകത്ത് പിടിച്ച് നമുക്ക് കുളിക്കാം. അതുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടാവത്തില്ല. തൊട്ടടുത്തായിട്ട് കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കമ്പിക്കകത്ത് സേഫ്റ്റിയായിട്ട് ഇന്ന് നമുക്ക് പിടിച്ച് കുളിക്കാൻ കഴിയും. വേറെ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. സേഫ്റ്റിയായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഞാനും ഇന്ന് എൻ്റെ ഹസ്ബൻഡും കൂടെ രാവിലെ ഇറങ്ങി തമിഴ്നാടൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞങ്ങളിന്നിവിടെ നിൽക്കുന്നത്. നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു പട്ടണത്തിൻ്റെ മാർത്താണ്ഡത്ത് എത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ പ്രദേശം. അതായത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഏകദേശം 45 കിലോമീറ്ററാണുള്ളത്. നമുക്ക് എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലമാണ്. തൃപ്പരപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാറക്കെട്ട് 50 അടി ഉയരത്തിലുള്ള ഒരു പാറയിൽ നിന്നും കുറേ വെള്ളം നല്ല ഫോഴ്സിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം. നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ഒരുപാട് ആൾക്കാർ, കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാവരും ഇവിടെ വരണം കേട്ടോ, അടിപൊളിയാണ്. വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ സേഫ്റ്റി ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. അവിടെ നമുക്ക് ഇഷ്ടാനുസരണം കുളിക്കാൻ. എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് വിളയാടെയാണ് ഇങ്ങനെ വിളയാടെയാണ് സ്വിമ്മിംഗ് പൂള്. പക്ഷേ ഈ ഫാൾസിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇവിടെ ഫില്ലാവുന്നതും അത് കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് പുറത്തിടും. വീണ്ടും ഫാൾസിൻ്റെ വെള്ളം തന്നെയാണ് ഇവിടെ വരുന്നത്. അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളാണ് സജ്ജീകരിച്ച്. അതിനൊപ്പം ഒരു മണ്ഡപമുണ്ട്. ഫാൾസിൽ നിന്ന് വരുന്ന വെള്ളം വേറെ ആറ്റിലോട്ട് പോകും. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഫാൾസിലോട്ട് ഇറങ്ങിയ സ്ഥലത്തുള്ള ഒരു ചെറിയ ഗാർഡനായത്. ഗാർഡൻ്റെ അകത്ത് ഒരു പശുവിൻ്റെ പശുക്കിടാവിൻ്റെയും ഒരു സ്ത്രീയുടെയൊക്കെ ഒരു ചെറിയ സ്റ്റാച്ചു പോലെ കാണാം. നല്ല രസമുണ്ടത് കാണാൻ. അപ്പോൾ തൃപ്പരപ്പൻ്റെ വീഡിയോ ഇന്നിവിടെ തീരുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.